ഗുരുവായൂരിൽ ഉത്സവത്തിന്റെ കാലം വരാൻ പോവുകയാണ്. മാർച്ച് 10-ാം തീയതി ആനയോട്ടത്തോടു കൂടി രാത്രി കൊടിയേറുന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവ ആഘോഷങ്ങൾ തുടങ്ങുകയായി. ഗുരുവായൂരിന്റെ ഉത്സവ വിശേഷങ്ങളെ കുറിച്ചിട്ടാണ് ഇക്കുറി ഗുരുവായൂർ ഡിലൈറ്റ്സിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗുരുവായൂർ ഡിലൈറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ VP ഉണ്ണികൃഷ്ണൻ. ഗുരുവായൂർ ക്ഷേത്രത്തില് പണ്ട് ഉത്സവത്തിന് കലാപരിപാടികൾ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പലർക്കും അതൊരു പുതുമയായിട്ട് തോന്നാം. പണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പണ്ടല്ല, 1972 വരെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന കലാപരിപാടികളല്ലാതെ, ക്ഷേത്രത്തിനകത്ത് സാധാരണയായിട്ട് പതിവുള്ള മേളം, തായമ്പക, കേളി, അതേപോലെ കൂത്ത്, പാഠകം തുടങ്ങിയിട്ടുള്ള ക്ഷേത്ര കലകളല്ലാതെ ക്ഷേത്രത്തിന് പുറത്ത് ഒരു വിധത്തിലുള്ള കലാപരിപാടികളും ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ ക്ഷേത്രത്തിന് പുറത്തൊരു സ്റ്റേജിനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല പണ്ട്. 1970 നവംബർ 29 രാത്രിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തില് അഗ്നിബാധ ഉണ്ടാകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയൊരു അഗ്നിബാധ ഉണ്ടാകുകയും അത് ക്ഷേത്രത്തിന്റെ ചരിത്രം മാറ്റിക്കുറിക്കുകയും ചെയ്ത സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1970 ഗുരുവായൂർ ക്ഷേത്രം അഗ്നിക്കിരയായി. അതിനുശേഷം 71 മാർച്ച് 9 ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭരണം കേരള സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി. അന്ന് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭരണം നയിച്ചിരുന്നത് സാമൂതിരി രാജാവും മല്ലിശ്ശേരി നമ്പൂതിരിയും അടങ്ങുന്ന ഒരു സമിതിയാണ്. അവർ രണ്ടുപേരും, സാമൂതിരി രാജാവ് ട്രസ്റ്റിയും മാനേജിംഗ് ട്രസ്റ്റിയും മല്ലിശ്ശേരി നമ്പൂതിരി കോ ട്രസ്റ്റിയുമായിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഗുരുവായൂർ ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ അഗ്നിബാധയോട് കൂടിയിട്ട് ഈ ഭരണത്തെ കുറിച്ചിട്ടൊക്കെ കുറേയേറെ ആക്ഷേപം ഉണ്ടാകുകയും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു ആവശ്യം ഉണ്ടാവുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണം. അങ്ങനെ സർക്കാർ ഏറ്റെടുക്കുകയും 1971 മാർച്ച് 9-ാം തീയതി 14-അംഗ കമ്മിറ്റിയെ സർക്കാർ നിയമിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് CH ദാമോദരൻ നമ്പ്യാർ എന്ന് പറയുന്ന ആൾ അഡ്മിനിസ്ട്രേറ്ററെ ആയിട്ട് ചുമതലയെടുത്തു. ഈ മാർച്ച് 9-ന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അന്ന് ഗുരുവായൂർ ഉത്സവത്തിന്റെ 3-ാമത്തെ ദിവസമായിരുന്നു. മാർച്ച് 7-ന് ഉത്സവം തുടങ്ങിയിട്ട് 16-ാം തീയതി സമാപിക്കുന്ന വിധം 10 ദിവസത്തെ ഉത്സവമായിരുന്നു അന്ന്. അപ്പൊ ആ വർഷത്തെ ഉത്സവം മുൻ പതിവ് പോലെ നടക്കുകയും വിശേഷിച്ച് കലാപരിപാടികളൊന്നുമില്ലാതെ മുൻ പതിവ് പോലെ നടന്നു. അടുത്ത വർഷം 1972 ആയപ്പോൾ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൂടെ വിചാരിച്ചു, അങ്ങനെ ആയാൽ പറ്റില്ല, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കലാപരിപാടികൾ കൂടി ഉണ്ടായാലേ അത് ഭംഗിയാവുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് അന്ന് നാട്ടിലെ പ്രധാനികളായിട്ടുള്ള CG നായര്, GG കൃഷ്ണയ്യര്, OKR മേനോൻ, മൂത്തേടത്ത് ശേഖരൻ നായര്, A വേണുഗോപാലൻ, D വാസുദേവൻ, കൊടമന വാസുദേവൻ എന്ന് തുടങ്ങിയിട്ടുള്ള നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ കൂടി ദേവസ്വം ഭരണസമിതിയെ കണ്ട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററെ കണ്ട് അവരൊരു നിവേദനം കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് നാട്ടുകാരുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നും നാട്ടുകാരുടെ കമ്മിറ്റിക്ക് ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കണമെന്നും പറഞ്ഞു. അപ്പൊ അന്നത്തെ മാനേജിംഗ് കമ്മിറ്റി അത് അംഗീകരിക്കുകയും അതനുസരിച്ച് ഒരു ഉത്സവ ആഘോഷ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. അന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഗുരുവായൂർ സ്വദേശിയായ വടേക്കര ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആള് ഭരണസമിതി അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യത്തെ നാട്ടുകാരുടെ യോഗം ചേർന്നു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള നാട്ടുകാരുടെ യോഗം അന്ന് ആദ്യമായിട്ട് ചേർന്നു. ആദ്യത്തെ യോഗത്തിൽ ഏതാണ്ട് 20 ആളുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഓരോ വർഷവും ഇങ്ങനെ ഈ ഉത്സവത്തിന് മുന്നോടിയായിട്ട് നാട്ടുകാരുടെ യോഗം വിളിക്കുന്നത് പതിവായി. ആ വർഷം നാട്ടുകാര് ഈ കമ്മിറ്റി ഉണ്ടാക്കിയതിന്റെ ആവേശത്തിൽ നാട്ടുകാര് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പുറത്ത് കലാപരിപാടികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. 7-ാം വിളക്കിന്റെ അന്ന് കലാമണ്ഡലം ഗോപിയാശാന്റെ നേതൃത്വത്തിലുള്ള കഥകളിയോട് കൂടിയിട്ടാണ് അന്ന് ഉത്സവത്തിന് പരിപാടികൾ നടന്നത്. അതിനെ തുടർന്നുള്ള വർഷങ്ങളിൽ ദേവസ്വം തന്നെ കലാപരിപാടികൾ നടത്തുവാൻ വേണ്ടി തുടങ്ങി. സാധാരണ കലാപരിപാടികൾ അന്ന് നടത്തിയിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഈ കിഴക്കേ നടപ്പുരയുടെ 2 ഭാഗവും കടകളായിരുന്നു. ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിലുള്ള ഒരു ചെറിയ റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ നടപ്പുരയുടെ അവിടേക്ക് ഒരു പ്ലാറ്റ്ഫോം മാതിരി ഉണ്ടാക്കിയിട്ട് 4 ചക്രം ഘടിപ്പിച്ചിട്ട് ഇപ്പോഴത്തെ കല്യാണ മണ്ഡപം നിൽക്കുന്ന ഭാഗത്ത് അവിടെ കൊണ്ടിട്ടിട്ട് അവിടെയായിരുന്നു കലാപരിപാടികൾ അക്കാലത്ത് നടത്തിയിരുന്നത്. 1972 മുതൽ അങ്ങനെയാണ് നടത്തി വന്നിരുന്നത്. അതിനുശേഷം പിന്നെ ഉത്സവത്തിന്റെ കൊടിയേറ്റ ദിവസം വിശദമായ 3 കഥകളിയോട് കൂടിയിട്ട് പിറ്റേ ദിവസം മുതൽ പ്രഗത്ഭ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളോട് കൂടിയിട്ട് ഉത്സവത്തിന്റെ നടത്തിപ്പ് അല്ലെങ്കിൽ ഉത്സവം വളരെ മനോഹരമായിട്ട് നടക്കുവാൻ തുടങ്ങി. അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കലാപരിപാടികൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് 52 വർഷമേ ആകുന്നുള്ളൂ.
അതിനു മുമ്പ് കലാപരിപാടികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഗുരുവായൂർ ഉത്സവം വരികയായി. ഗുരുവായൂർ ഉത്സവം വരാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാർച്ച് 10-ാം തീയതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൊടിയേറ്റം. പകൽ സമയം ഉച്ചയ്ക്ക് 3 മണിക്ക് ആനയോട്ടം, രാത്രി കൊടിയേറ്റം നടക്കും. അതിന് മുന്നോടിയായിട്ട് സഹസ്രകലശം ആരംഭിക്കും. മാർച്ച് 2-ാം തീയതി സഹസ്രകലശം ആരംഭിക്കും. 2-ാം തീയതി മുതൽ 9-ാം തീയതി വരെ സഹസ്രകലശവും, 9-ാം തീയതി ബ്രഹ്മകലശവും സഹസ്രകലശ അഭിഷേകവും നടക്കും. തുടർന്ന് 10-ാം തീയതി ആണ് കൊടിയേറ്റം നടക്കുക. അപ്പോൾ ഗുരുവായൂർ ഉത്സവത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷത്തെ ഉത്സവം അതിമനോഹരമാകട്ടെ. ഉത്സവ വിശേഷങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഈ ഗുരുവായൂർ ഡിലൈറ്റ്സിലെ കേൾക്കാം. ഈ ഗുരുവായൂർ ഡിലൈറ്റ്സിലെ ഈ വിശേഷങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് പങ്കുവയ്ക്കണം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഗുരുവായൂർ ഡിലൈറ്റ്സുമായിട്ട് കൂടുതൽ സഹകരിച്ച് നമ്മുടെ ഉത്സവം ഇത്തവണ വളരെ മനോഹരമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. നന്ദിയോടെ കൃഷ്ണാർപ്പണം. കൃഷ്ണ ഗുരുവായൂരപ്പ.